ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട വിമാനമായ SU-30 ഇന്നലെ നാഷിക്കിൽ നടന്ന ഒരു ക്രാഷിൽ നഷ്ടപ്പെടുത്തി. ഈ ഒരു അപകടത്തെ സംബന്ധിച്ച് 2 പൈലറ്റുമാർ രക്ഷപ്പെട്ടു. ഇത് ഇന്ത്യക്ക് വലിയൊരു വാണിംഗായി മാറിയിട്ടുണ്ട്. മാത്രമല്ല, ലബനനിൽ എത്രയും പെട്ടെന്ന് ഇസ്രായേൽ ഈ ജൂൺ മാസത്തിന്റെ പകുതിയോടുകൂടി ഒരു യുദ്ധം നടത്തുമെന്ന് ബ്രിട്ടൻ ഒഫീഷ്യലായി ഒരു വാണിംഗ് ലബനന് കൊടുത്തു. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. ഈ മാസം 15-16 തീയതികളിൽ സ്വിറ്റ്സർലാൻഡിൽ നടക്കുന്ന സ്വിറ്റ്സർലാൻഡ് ഓർഗനൈസ് ചെയ്യുന്ന യുക്രൈന്റെ പീസ് സമ്മിറ്റിൽ സെലൻസ്കി ലോകം മുഴുവനിൽ നിന്നും സപ്പോർട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഏഷ്യൻ നാടുകളിൽ അദ്ദേഹത്തിന്റെ വരവെന്നത് വലിയ മാറ്റമുണ്ടാക്കും. അതായത് യുക്രൈന് സപ്പോർട്ടായി ഒരുപാട് നാടുകൾ വരുമെന്ന ഒരു വിശ്വാസത്തോടു കൂടി ഈ ഏഷ്യൻ കോണ്ടിനെന്റിൽ ഒരു വലിയ ക്യാൻവാസ് ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ ഒരുപാട് നാടുകൾ സംസാരിക്കാൻ തുടങ്ങിയത് ബൈഡൻ തന്നെ ഈ ഒരു പീസ് സമ്മിറ്റ് അറ്റൻഡ് ചെയ്യില്ല. അമേരിക്കയുടെ ഭാഗത്തു നിന്നും മറ്റൊരു ഒഫീഷ്യലാണ് ഈ ഒരു പീസ് സമ്മിറ്റ് അറ്റൻഡ് ചെയ്യാനായി വരുന്നത്. അതുമാത്രമല്ല, ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് മോദിയോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഫോറിൻ മിനിസ്റ്ററോ തീർച്ചയായും ഈ ഒരു പീസ് സമ്മിറ്റ് അറ്റൻഡ് ചെയ്യില്ല. മറ്റേതെങ്കിലും വ്യക്തികളായിരിക്കും ഇത് അറ്റൻഡ് ചെയ്യുക എന്ന് ഒരു അറിയിപ്പ് വന്നു. അങ്ങനെ യുക്രൈനെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഈ ഒരു ലോകത്തിന്റെ ശ്രദ്ധ യുക്രൈനിലേക്ക് മാറ്റണം. റഷ്യയ്ക്ക് എതിരെ ഈ നാടുകളെ നിർത്തണമെന്ന് സെലൻസ്കി എന്തൊക്കെയാണോ പരിശ്രമിക്കുന്നത് അതെല്ലാം പതിയെ പതിയെ മങ്ങി തുടങ്ങിയിരിക്കുന്നു. ഇത് മാത്രമല്ല, സെലൻസ്കി വേറൊരു കാര്യം പറഞ്ഞത് പാലസ്തീൻ, ഇസ്രായേൽ ഈ രണ്ടും 2 നാടുകൾ തന്നെയാണ്. ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നു. പാലസ്തീനെ ഒറ്റ നാടായി മാറാനുള്ള സപ്പോർട്ട് ഞങ്ങൾ തരുന്നു എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ഇത് കേട്ടതും എല്ലാവർക്കും തോന്നിയത് സെലൻസ്കി തുടക്കത്തിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്താലും 2 ദിവസങ്ങൾക്ക് മുൻപ് പോലും അവരുടെ ബോർഡർ സംരക്ഷിക്കാനുള്ള അവകാശം അവർക്കുണ്ട്, അത് അവർക്കുള്ളിൽ സംസാരിച്ച് തീർക്കട്ടെ എന്ന് 2 നാടിനും പൊതുവായ ഒരു അഭിപ്രായം പറഞ്ഞു. എന്നാൽ ഇപ്പോൾ പാലസ്തീന് സപ്പോർട്ടായി പെട്ടെന്ന് സംസാരിക്കുന്നു. ഇത്രയും പെട്ടെന്ന് ഒരു മനുഷ്യൻ എങ്ങനെ മനസ്സ് മാറി? അതോ ഇസ്രായേലിനെ മുഴുവനായും എതിർത്തോ എന്ന് ചോദിച്ചാൽ അവിടെയാണ് ഒരു ട്വിസ്റ്റ് ഉള്ളത്. എന്തിനു വേണ്ടി സെലൻസ്കി ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഈ ഒരു അനൗൺസ്മെന്റിന്റെ അവസാനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ 2 നാടുകളും 2 നാടുകളാണ്, അവരുടെ അവകാശം അവരുടെ കൈകളിലാണ് എന്ന് ഈ 2 നാടുകളും ചേർന്ന് യുക്രൈന്റെ സമാധാന ചർച്ചയ്ക്ക് സപ്പോർട്ട് കൊടുക്കണം. ഇതിനു വേണ്ടിയായിരുന്നു ഇത്രയും വലിയൊരു വാക്ക് പറഞ്ഞത്. ഇങ്ങനെ പറയുന്നതിനെക്കാട്ടിലും സെലൻസ്കിക്ക് ഓപ്പണായി തന്നെ പറയാമായിരുന്നു, പാലസ്തീന്റെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം, ഇസ്രായേലിന്റെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണമെന്ന്. ഏതെങ്കിലും ഒരു സ്റ്റാൻഡ് എടുത്തെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. എന്നാൽ പാലസ്തീനെ ഒരു സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞു. തുടക്കത്തിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ ഈ 2 നാടുകളെയും സപ്പോർട്ട് ചെയ്യുന്നത് പോലെ സംസാരിച്ച് സ്വന്തം നാടിനാവശ്യമായ സപ്പോർട്ട് വാങ്ങുകയാണ് ചെയ്തത്. അടുത്തത് യുക്രൈന്റെ ഫോർമർ എനർജി മിനിസ്റ്റർ ഇവാൻ പ്ലാഷ്കോർ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. യുക്രൈനെ സംബന്ധിച്ച് എനർജി ഗ്രിഡിന്റെ ഉപയോഗം എന്നത്, യുക്രൈന് പവർ സപ്ലൈ കൊടുക്കുന്ന ആ ഒരു എനർജി ഗ്രിഡിൽ റഷ്യയുടെ അറ്റാക്ക് കാരണം യുക്രൈൻ അല്പം ഒന്ന് പാരലൈസ് ആയിട്ടുണ്ട്. യുക്രൈനെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതിന്റെ കൂടെ തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്തത്, നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, എല്ലാവരും കരുതിയത് വിന്റർ ടൈമിൽ റഷ്യ ഗ്രിഡ് ആക്രമിച്ച് യുക്രൈന് വലിയൊരു നഷ്ടം കൊടുക്കുമെന്ന് ചിന്തിച്ചപ്പോൾ റഷ്യ ആ ഒരു ടാക്ടിക്സ് മുഴുവനായും മാറ്റി. ഇടയ്ക്ക് നടന്ന അറ്റാക്ക് എല്ലാം വിന്റർ അവസാനിച്ചതിന് ശേഷവും ആ ഒരു എനർജി ഗ്രിഡിൽ നടത്തിയ അറ്റാക്ക് അവസാനിച്ചതേയില്ല. തുടക്കത്തിൽ എല്ലാവരും ചിന്തിച്ചത് ആവശ്യമായ മരക്കഷ്ണങ്ങളെല്ലാം നമ്മൾ ആരംഭത്തിൽ ശേഖരിച്ചു വച്ചാൽ തണുപ്പുകാലം നമ്മൾക്ക് മറികടക്കാൻ കഴിയുമെന്ന്. ആ മരക്കട്ടകൾ സ്റ്റോക്ക് ഉള്ളപ്പോൾ നമുക്ക് വലുതായി ഇലക്ട്രിസിറ്റി ഉപയോഗിക്കേണ്ടി വരില്ല എന്ന് കരുതി. എന്നാൽ വിന്റർ അവസാനിച്ചതിന് ശേഷവും റഷ്യയുടെ ആക്രമണം നടന്നതുകൊണ്ട് ഒരു കാര്യം വ്യക്തമായി മനസ്സിലായി, വിന്റർ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തല്ല റഷ്യ ഈ ഒരു അറ്റാക്ക് നടത്തിയത്. അടുത്തത് സമ്മർ വരാൻ പോകുന്നു എന്നുണ്ടെങ്കിൽ അപ്പോഴും റഷ്യ ഏതൊരു വലിയ കാര്യത്തിനായി തയ്യാറെടുക്കുകയാണ്. ഇതുപോലെ റഷ്യയുടെ അറ്റാക്ക് തുടരുകയാണെങ്കിൽ മറ്റൊരു 4-5 മാസത്തിനുള്ളിൽ യുക്രൈന്റെ 80% പ്രധാനപ്പെട്ട നഗരങ്ങളിലെ പവർ ഗ്രിഡ്സ് മുഴുവനായും മുടക്കപ്പെടുമെന്നുള്ള വലിയൊരു വാണിംഗ് കൊടുത്തു. സമ്മർ ടൈമിൽ നമ്മൾ എത്രത്തോളം ചൂട് അനുഭവപ്പെടുന്നു അതേ രീതിയിൽ യുക്രൈനിലുമുണ്ട്. ഇപ്പോൾ നമുക്കൊക്കെ നോർമൽ 45-46 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ നമ്മുടെ നാട്ടിലെ ചൂടിന് നമുക്കത് ശീലമാണ്. എന്നാൽ അവർ ഒരുപാട് തണുപ്പും മഞ്ഞുമൊക്കെ കൊണ്ട് ജീവിക്കുന്നത് കൊണ്ട് ഈ 30-31 ഡിഗ്രി എന്നത് തന്നെ വളരെ കൂടുതലാണ്. അതിനേക്കാളും ടെമ്പറേച്ചർ കൂടുമ്പോൾ അവരുടെ ഫേവറബിൾ കണ്ടീഷൻസ് എന്നത് ആ ഒരു സ്ഥലത്ത് മാറും. അതിനെ ലക്ഷ്യമിട്ട് മാത്രമല്ല പവർ ഡിസ്ട്രിബ്യൂഷൻസിനെ അവസാനിപ്പിക്കുന്ന രീതികളും റഷ്യ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അടുത്തത് നാഷിക്കിൽ നടന്ന SU-30യുടെ ക്രാഷ് ആണ്. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 കൂടി ട്രെയിനിങ്ങിലായിരുന്ന ഇന്ത്യയുടെ ഈ ഒരു വ്യോമസേനയ്ക്ക് സ്വന്തമായ SU-30 എന്ന വിമാനം നാഷിക് ഡിസ്ട്രിക്റ്റിൽ താഴെ വീണ് ക്രാഷ് ആകുന്നു. ഇതിൽ ഭാഗ്യത്തിന് പൈലറ്റും കോ പൈലറ്റും പുറത്തേക്ക് വന്നു എന്നുണ്ടെങ്കിലും നമ്മൾ ഇതിലൊരു വിമാനത്തെ നഷ്ടപ്പെടുത്തി. പൈലറ്റിന്റെ ജീവനെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ഇതൊരു അസറ്റ് ലോസായി മാത്രം മാറി. പക്ഷേ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം,
HAL SU-30 നവീകരിക്കാനായി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ നവീകരിക്കാനായി കൊടുത്ത SU-30 എന്ന വിമാനമാണ് ഇപ്പോൾ ക്രാഷ് ആയത്. ഇപ്പോൾ ഒരുപാട് പേർ ചോദിക്കുന്നത്, ഒരു പക്ഷേ ഏതെങ്കിലും പുതിയ ഒരു അപ്ഗ്രേഡ് ചെയ്ത് അത് ടെസ്റ്റ് ചെയ്യുമ്പോഴാണോ ഈ വിമാനം ക്രാഷ് ആയത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം കൊണ്ട് ക്രാഷ് ആയോ എന്ന് ഇന്റർനെറ്റ് മുഴുവനും ഈ ഒരു ക്രാഷിനെ കുറിച്ച് പറഞ്ഞ് ഒരുപാട് തിയറീസ് പറയുന്നുണ്ട്. എന്നാൽ ഒഫീഷ്യലായി ഒരു എൻക്വയറി IAFും നാഷിക്കിലുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റും തുടങ്ങിയിട്ടുണ്ട്. ഇതിനായിട്ടുള്ള കാരണം എത്രയും പെട്ടെന്ന് തന്നെ മനസ്സിലാകും. ഒരു പക്ഷേ ഇതൊരു സാങ്കേതിക തകരാറ് കാരണം ഉണ്ടായ അപകടമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്തുണ്ടായ പ്രശ്നം കാരണം അപകടം സംഭവിച്ചതാകാം. എന്തു തന്നെയായാലും പൈലറ്റിന്റെ ജീവൻ രക്ഷപ്പെട്ടതുകൊണ്ട് വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. അടുത്തത് ബ്രിട്ടീഷ് മെഡിക്കൽ ജേണലിൽ നിന്നും ഇന്നൊരു അറിയിപ്പ് വന്നു. ഈ കോവിഡ് വാക്സിൻ കോവിഡ് കാരണം ഉണ്ടാകുന്ന മരണനിരക്കിനെ കാട്ടിലും കോവിഡ് വാക്സിൻ കാരണം ഉണ്ടാകുന്ന മരണനിരക്ക് 30% അധികമായിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ വലിയൊരു ഞെട്ടലാണ്. അവർ പറഞ്ഞത്, നമ്മൾ ഈ ഒരു കോവിഡ് വാക്സിൻ തയ്യാറാക്കാതിരുന്നു എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സമയത്ത് ഒരുപാട് മരണനിരക്ക് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഈ വാക്സിൻ തയ്യാറാക്കിയത്. എന്നാൽ നമ്മൾ ആ വാക്സിൻ ഉണ്ടാക്കിയില്ലായിരുന്നുവെങ്കിൽ അടുത്ത ഘട്ടമായി നമ്മുടെ ബോഡി തന്നെ ആ കോവിഡിന് എതിരായിട്ടുള്ള ആന്റിബോഡീസ് തയ്യാറാക്കിയിട്ടുണ്ടാകും. ഈ കോവിഡ് വാക്സിൻ പെട്ടെന്ന് നിർമ്മിച്ച് ഉപയോഗിച്ചത് കൊണ്ടാണ് കോവിഡ് വന്ന് വാക്സിൻ എടുത്തതിന് ശേഷമുള്ള മരണനിരക്ക് കൂടിയത്. ഇങ്ങനെ ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരം പറഞ്ഞു. നേരത്തെ തന്നെ കോവിഡ് വാക്സിൻസിനെ കുറിച്ച് ഒരുപാട് കോൺട്രവേഴ്സീസ്, റൂമേഴ്സും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓൺലൈനിൽ തിരിയുന്നുണ്ട്. ഇപ്പോൾ ഇവരും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് കോവിഡ് വാക്സിനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള ഭയവും സംശയവും ഒരു ചോദ്യവും ലോകം മുഴുവനും അധികമാക്കിയിട്ടുണ്ട്. അടുത്തത് ലെബനനാണ്. ലെബനൻ ഇന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ബ്രിട്ടന്റെ പക്കൽ നിന്ന് ഞങ്ങൾക്കൊരു വാർണിംഗ് വന്നിട്ടുണ്ട്. ഹിസ്ബുള്ള കാരണം ലെബനും ഇസ്രായേലിനും ഇടയിൽ ഈ ഒരു ജൂണിന്റെ മധ്യത്തിൽ 20 എപ്പോൾ വേണമെങ്കിലും ഒരു മിലിറ്ററി ഓപ്പറേഷൻ നടക്കാം. ഇസ്രായേൽ ഗാസയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അതേ സമയത്ത് ലെബനൻ ഒരു സ്ട്രൈക്ക് ചെയ്യേണ്ട പദ്ധതിയിലാണ്. അതുകൊണ്ട് സുരക്ഷിതരായിരിക്കണമെന്ന് ലെബനനിലേക്ക് ഒരു വാർണിംഗ് മെസ്സേജ് പോയിട്ടുണ്ട്. ഇതിനെ നമുക്ക് 2 രീതിയിൽ കാണാം. ഒന്ന്, സത്യത്തിൽ ഹിസ്ബുള്ളയെ മുഴുവനായും നശിപ്പിക്കാനായി മറ്റൊരു വാർ ചെയ്യേണ്ട തയ്യാറെടുപ്പിലായിരിക്കും. അല്ലെങ്കിൽ ലെബനനിൽ വലിയൊരു പ്രഷർ കൊടുത്ത് ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ ഗെയിം ആയിരിക്കാം. പക്ഷെ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു സൈക്കോളജിക്കൽ ഗെയിം ആയിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഹിസ്ബുള്ളയുടെ അറ്റാക്ക് എന്നത് നോർത്തേൺ സൈഡ് വളരെ അധികമായിട്ടുണ്ട്. അവിടെ ഉണ്ടായ ഫോറസ്റ്റ് ഫയർ കാരണം ഇതുവരെയും 23 പേർ ആ ഒരു പുക ശ്വസിച്ച് അത് കാരണം ഉണ്ടായ പ്രശ്നം കാരണം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഹിസ്ബുള്ളയുടെ ഈ ഒരു പ്രവർത്തികൾ അവസാനിപ്പിക്കാൻ ഇസ്രായേൽ ഒരു പക്ഷേ എന്തെങ്കിലും കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ടാകാം. ജൂൺ 8 ബൈഡനെതിരെ വൈറ്റ് ഹൌസിന് ചുറ്റി വലിയൊരു പ്രതിഷേധം ഗാസ ജനോസിനെതിരെ നടത്താൻ പോകുന്നതായി പ്രോ പാലസ്തീൻ അനുകൂലികൾ ഒരു അറിയിപ്പ് കൊടുത്തു. അവർ പറയുന്നത്, അമേരിക്കയുടെ ബൈഡൻ വിചാരിച്ചാൽ, അമേരിക്കൻ പ്രസിഡന്റ് വിചാരിച്ചാൽ ഈ യുദ്ധം അവസാനിപ്പിക്കാം. പക്ഷേ അയാൾ അത് ചെയ്യാതെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്താണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന്, ഈ ഒരു യുദ്ധത്തെ നീട്ടിക്കൊണ്ട് പോകുന്നുവെന്നും അമേരിക്കയ്ക്ക് എതിരായിട്ടുള്ള ഗ്രൂപ്പുകളും ഇതിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഇന്നത്തെ വീഡിയോയുടെ അവസാനത്തിൽ വന്നു. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ പറയുക. പ്രധാനമായും SU-30യുടെ ക്രാഷിന് കാരണം എന്തെന്നാണ് കരുതുന്നത്? ഇസ്രായേൽ കാരണം ഈ ഒരു 2 ഫ്രണ്ട് വാർ ഹിസ്ബുള്ള സൈഡും ഗാസ സൈഡും ഒരേ സമയത്ത് കൈകാര്യം ചെയ്യാൻ സാധിക്കുമോ? ഈ ഒരു പ്രശ്നം എന്തിനെ നോക്കിയാണ് പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. സെലൻസ്കിയുടെ ഈ ഒരു പീസ് സമ്മിറ്റിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട അധികാരികൾ പോകില്ല എന്നും പറഞ്ഞു. ഈ ഒരു അറിയിപ്പിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? അതും കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനൽ സജസ്റ്റ് ചെയ്യുക. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.